സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കുന്നത് വൊക്കാബുലറി സെക്ഷനിലെ ഫ്രൈസൽ വെർബാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫ്രൈസൽ വെർബ്. അപ്പോൾ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് ടെസ്റ്റുകൾ വരുന്നതിൽ PSCയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫ്രൈസൽ വെർബാണ്. അപ്പോൾ അതിൽ PSCയിൽ അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റുകളിൽ 5 മാർക്കാണ് ഫ്രൈസൽ വെർബ്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒക്കെ ക്ലാസ്സുകളിൽ ഫ്രൈസൽ വെർബ് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഫ്രൈസൽ വെർബ് ഒരു നല്ലൊരു പങ്കും ഫ്രൈസൽ വെർബിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫ്രൈസൽ വെർബ് പഠിക്കണം. അതിനകത്ത് വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള ഭയങ്കര ട്രിക്കൊന്നുമില്ല. 1-2 കാര്യങ്ങൾ ഞാൻ കുറച്ച് ട്രിക്ക് പറഞ്ഞ് എന്ത് ചെയ്യുന്നോടെ നമുക്ക് ഫ്രൈസൽ വെർബ് സെറ്റാക്കി വരും. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ, ഇല്ലേ? അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എനിക്കല്ല എന്ത് ചെയ്യുന്നോടെ, എനിക്കത് ഇനി പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കാണത് പഠിച്ചെടുക്കേണ്ട കാര്യം. നിങ്ങളാണ് ആവശ്യം കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ എനിക്കെന്തായാലും എന്ത് ചെയ്യുന്നോടെ ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അറിയാം. അപ്പോൾ ഞാനത് ഓർത്ത് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ, എൻ്റെ രീതിയിൽ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് ഫോളോ ചെയ്യും, അല്ലാത്തവർക്ക് എഴുതിയെടുത്ത് പഠിക്കാം. നോക്കിയേ, അപ്പോൾ എന്താണ് ഈ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ? അതൊരു യൂസേജ് ആണ്. ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് വെർബ് ആണ്, അതൊരു യൂസേജ് ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഐഡിയ നമ്മൾ പഠിക്കണം. സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബും അതിനോടൊപ്പം പ്രിപ്പോസിഷനും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാക്കാണ് ഫ്രൈസൽ വെർബ്. യൂസേജ് ആണ്. സംടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് വരെ നമുക്ക് ഫ്രൈസൽ വെർബിനെ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കേഷനിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്രൈസൽ വെർബൊക്കെ ഗെറ്റ് ഔട്ട് ഒരു ഫ്രൈസൽ വെർബാണ്. എന്ത് ചെയ്യും, നമ്മൾ പറയുന്നു, ഒരു സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. ഗെറ്റ് ഔട്ട് ഒരു ഫ്രൈസൽ വെർബാണ്, ഫ്രൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന വെർബാണ്. ഇറങ്ങിപ്പോ എന്ന് പറയുന്നത്. ഗെറ്റ് ഇന്ന് നമ്മൾ ആ ഗെറ്റ് ഇൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കയറിയോ അല്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറൂ എന്ന അർത്ഥത്തിൽ പറയുന്നു. ഗെറ്റ് ഇൻ ടു ദ റൂം എന്നൊക്കെ പറഞ്ഞാൽ അകത്തേക്ക് കയറി വരൂ എന്നൊക്കെ പറയുന്നത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് വരെ ഫ്രൈസൽ വെർബ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രൈസൽ വെർബ് എന്ന് വെച്ചാൽ എന്തെന്ന് പറയുക, ഒരു മെയിൻ വെർബും അതിനോടൊപ്പം പ്രിപ്പോസിഷനും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഫ്രൈസൽ വെർബ്. കുട്ടികളെ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി, ഈ മെയിൻ വെർബിൻ്റെയും പ്രിപ്പോസിഷൻ്റെയും അർത്ഥം അറിയാമെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടെ? ഫ്രൈസൽ വെർബിന്റെ മീനിങ് നമുക്ക് ഏകദേശം എത്തിക്കാൻ വേണ്ടി പറ്റും. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെന്ന് പറഞ്ഞു, മെയിൻ വെർബിന്റെ മലയാള അർത്ഥവും പ്രിപ്പോസിഷന്റെ യൂസേജിന്റെ അർത്ഥവും നമുക്ക് അറിയാമെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രൈസൽ വെർബിന്റെ മീനിങ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഏകദേശം എത്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് ആ ഒരു ഐഡിയ തന്നെ നമുക്ക് ഏകദേശം ഒരു 80% ഫ്രൈസൽ വെർബ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പാർട്ട് ബേസിലാണ് പഠിക്കുന്നത്. ഞാനിപ്പം പഠിപ്പിക്കുമ്പം കോമൺ ആയിട്ട് ഇപ്പം കാളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, കാളിൻ്റെ മൊത്തവും ഞാൻ പറഞ്ഞു തരും. ഇനി പുട്ടാണ് പറയുന്നത്, പുട്ടിൻ്റെ മൊത്തവും പഠിക്കും. അപ്പം നിങ്ങൾ ഒരു സെറ്റായിട്ട് അങ്ങ് പഠിച്ചു പോകുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഡൗട്ട് വരില്ല. അപ്പം നമ്മളിങ്ങനെ മിക്സഡ് ആയിട്ടല്ല പഠിക്കുന്നത്. നമ്മളെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു കാര്യമാണ് പഠിക്കുന്നതെങ്കിൽ അതിന് നമ്മളുടെ രീതിയിൽ ഒരു ഓർഡർ ചെയ്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റേ അവിടെ നിന്നും ഇവിടെ നിന്നും 4-5 കിട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇടയെന്നൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നൂടെ ആശയക്കുഴപ്പത്തിലായിട്ട് നിൽക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രൈസൽ വെർബിൻ്റെ ഒരു കാറ്റഗറി പറഞ്ഞാൽ അതിലെ മൊത്തവും ഞാൻ പറഞ്ഞുതരും, മീനിങ് എല്ലാം പറഞ്ഞുതരും, ഇല്ലേ? അടുത്ത് പുട്ടിൻ്റെ പറയുമ്പോൾ പുട്ടിൻ്റെ മൊത്തവും ഞാൻ പറഞ്ഞുതരും, എല്ലാത്തിൻ്റെ മീനിങ് പറഞ്ഞുതരും. നമ്മളെല്ലാം എൻ്റെ മീനിങ് വെച്ചിട്ടാണ് പിടിച്ചു പോകുന്നത്. പഠിച്ചോ? ഒന്നാമത്തത് കാളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബാണ് കുട്ടികളെ. ഒന്നാമത്തെ കാളറ്റുണ്ട്. നോക്കിയോ, കാളറ്റ്. ഈ കാളെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കുട്ടികളെ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ. കാളെന്ന് പറഞ്ഞാൽ എൻ്റെ മലയാള അർത്ഥം പറഞ്ഞത് എന്താണ്? കാളെന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. അറ്റെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ സ്ഥലത്തിന് മുന്നിലാണ് ഉപയോഗിക്കുന്നത്. അറ്റെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എവിടെ ഉപയോഗിക്കുന്നു? സ്ഥലങ്ങൾക്ക് മുന്നിൽ. ചെറിയ സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഉപയോഗിക്കാം. ഇപ്പൊ കോൾ മീൻസ് വിളിക്കുക, അറ്റ് സ്ഥലത്തിന് മുന്നിൽ. കോൾ അറ്റ് സ്ഥലം കാണാൻ വിളിക്കുക. വിസിറ്റ് എ പ്ലേസ് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, സ്ഥലം കാണാൻ വിളിക്കുക. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ? വിസിറ്റ് എ പ്ലേസ്, മറക്കൂലല്ലോ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. ഇനി അടുത്ത് നോക്കിയാൽ കോൾ ഓൺ. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ എന്നാണ് കേട്ടോ.
നമ്മൾ ഈ ശബരിമല സീസണിലൊക്കെ അയ്യപ്പനെ കാണാൻ വേണ്ടി മലയ്ക്ക് മുകളിൽ പോകാറുണ്ട്. കാരണം എന്താണ് നമ്മൾ പറയാൻ, മലയുടെ മുകളിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. ഒന്നിന് മുകളിലാണ് ഒരു വ്യക്തി ഇരിക്കുന്നത്, ഒരാളിരിക്കുന്നത്. കസേരയുടെ മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഇല്ലേ? ബെഞ്ചിന് മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. തറയിൽ അല്ലെങ്കിൽ ഫ്ലോറിന് മുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒന്നിന് മുകളിൽ ഇരിക്കുന്ന ആരായിരിക്കും? വ്യക്തികളായിരിക്കും. കോൾ മീൻസ് വിളിക്കുക. ഒന്നിന് മുകളിൽ ഇരിക്കുന്ന ആളെ കാണാൻ വേണ്ടി പോയി. വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 2 ചോദ്യമാണ്. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. കോൾ മീൻസ് വിളിക്കുക, അറ്റ് സ്ഥലത്തിന് മുന്നിൽ, കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. കോൾ വിളിക്കുക, ഓൺ ഒന്നിന് മുകളിൽ ഇരിക്കുന്നു, ഒരു വ്യക്തിയാണ് ഇരിക്കുന്നതെങ്കിൽ കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. അടുത്താണ് കോൾ ബാക്ക്. കോൾ മീൻസ് വിളിക്കുക, ബാക്ക് എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് വിളിക്കുക, തിരികെ വിളിക്കുക, ഇല്ലേ? നിങ്ങൾ 500 റൺ സിനിമ ഇട്ടിട്ടുണ്ടോ? കേറി വാടാ മക്കളെ, കേറി വാന്ന് വിളിക്കൂലേ? തിരിച്ചു വിളിക്കൂലേ? കോൾ ബാക്ക്, ടു റീകോൾ, തിരികെ വിളിക്കുക. കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ? ടു റീകോൾ, തിരികെ വിളിക്കുക. ഇനി അടുത്ത് നോക്കിയാണെ കോൾ എവേ. എവേ മീൻസ് നമ്മളിൽ നിന്ന് പോയി. കോൾ എവേ മീൻസ് ഡൈവേർട്ട് ദ മൈൻഡ്. നമ്മളിൽ നിന്ന് പോയി. കോൾ എവേ മീൻസ് ഡൈവേർട്ട് ദ മൈൻഡ്, നമ്മളെ ചിന്താഗതി മാറ്റുക. കോൾ എവേ, ഡൈവേർട്ട് ദ മൈൻഡ്. 4 ഒന്ന് പറഞ്ഞേ. കോൾ അറ്റ്, കോൾ വിളിക്കുക, അറ്റ് സ്ഥലത്തിന് മുന്നിൽ, കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ, കോൾ വിളിക്കുക, ഓൺ എന്ത് ചെയ്യുന്നൂടെ? ഒരു വ്യക്തിയെ വിളിക്കുക. കോൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ. കോൾ ബാക്ക് എന്ന് പറഞ്ഞാലോ? കോൾ ബാക്ക്, തിരികെ വിളിക്കുക, ടു റീകോൾ. കോൾ എവേ, നമ്മളിൽ നിന്ന് പോയി, ഡൈവേർട്ട് ദ മൈൻഡ്. ഇനി കോൾ ഫോർ. നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഉത്സവത്തിന് പോകാറുണ്ടല്ലോ കുട്ടികളെ. കോൾ ഫോർ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉത്സവത്തിനൊക്കെ പോകാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കിടന്ന് നിലവിളിക്കാറുണ്ട്. വേണ്ടി, ഫോർ എന്ന് പറഞ്ഞ ഒന്നിന് വേണ്ടി, കോൾ വിളിക്കുക. അവർക്ക് കാണുന്ന എല്ലാ സാധനവും വേണം, ഇല്ലേ? അവിടെ വലിയൊരു ആനയെ കണ്ടു കഴിഞ്ഞാൽ ആനയെ വരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്, ഇല്ലേ? അവർക്ക് കാണുന്ന എല്ലാ സാധനവും വേണം. എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടി അവർ ഡിമാൻഡ് ചെയ്യും, വാദിക്കും. കോൾ ഫോർ മീൻസ് ഡിമാൻഡ്, ഒന്നിന് വേണ്ടി. കോൾ ഫോർ, ഡിമാൻഡ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കോൾ ബാക്ക് ടു റീകോൾ, കോൾ എവേ ഡൈവേർട്ട് ദ മൈൻഡ്, കോൾ ഫോർ ഒന്നിനു വേണ്ടി, ഡിമാൻഡ്. അടുത്ത് നോക്കിയാണ് കോൾ ഇൻ. നമ്മളെ വീട്ടിലൊക്കെ കോൾ ഇൻ ബെല്ല് വെച്ചിട്ടുണ്ടല്ലോ. കോൾ ഇന്ന്, ഇന്നെന്ന് പറഞ്ഞാൽ അകത്തേക്ക്. കോൾ വിളിക്കുക, അകത്തേക്ക് വിളിക്കുക. എന്ത് ഇംഗ്ലീഷ് പറയാം? കോൾ ഇൻസൈഡ്. കോൾ ഇൻസൈഡ്, അകത്തേക്ക് വിളിക്കുക. കോൾ ഇൻ മീൻസ് കോൾ ഇൻസൈഡ്, അകത്തേക്ക് വിളിക്കുക. പറഞ്ഞു നോക്കിയ കുട്ടികളെ. കോൾ ഇന്ന്, അകത്തേക്ക് വിളിക്കുക, കോൾ ഇൻസൈഡ്. കോൾ ഫോർ ഒന്നിനു വേണ്ടി, ഡിമാൻഡ് ചെയ്യുക. കോൾ എവേ, നമ്മളിൽ നിന്ന് പോയി. എവേ മീൻസ് ഡൈവേർട്ട് ദ മൈൻഡ്. കോൾ ബാക്ക്, 500 റൺ വിളിച്ചത്, ടു റീകോള്. കോൾ ഓണ്, ഒന്നിനു വേണ്ടി അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഇരിക്കുന്ന ആളെ കാണാൻ പോയി. വിസിറ്റ് എ പേഴ്സൺ. കോൾ ചെയ്യുന്നൂടെ? അറ്റ് സ്ഥലത്തിന് മുന്നിൽ എന്ത് ചെയ്യും? കോൾ വിളിക്കുക, സ്ഥലം കാണാൻ വിളിക്കുക. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ. കോൾ ഇൻ ടു ക്വസ്റ്റ്യൻ. കുട്ടികളെ, നിങ്ങൾ എപ്പോഴാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ പറ. നിങ്ങൾ എപ്പോഴായിരിക്കും എന്നോട് ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നത്? സാധാരണ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എപ്പോഴായിരിക്കും? നിങ്ങൾക്ക് എന്ത് വരുമ്പം? സംശയം വരുമ്പോഴാണ് ചോദ്യം. അല്ലാണ്ട് ചോദ്യം ചോദിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഒരു ചോദ്യത്തിലൊരു ഡൗട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, അല്ലേ? കോളിൻ്റെ സംശയമുള്ളവരെ ചോദിക്കുള്ളൂ, അല്ലേ? കോളിൻ്റെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ചത്താ മതി എന്നാണ് എൻ്റെ ചിന്ത. കോളിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആസ്ക് ഡൗട്ട് എന്നാണ് കേട്ടോ. കോളിൻ്റെ ക്വസ്റ്റ്യൻ മീൻസ് ആസ്ക് ഡൗട്ട്, സംശയങ്ങൾ ചോദിക്കുക. കോളിൻ്റെ ക്വസ്റ്റ്യൻ ആസ്ക് ഡൗട്ട്. എന്നാൽ കോൾ ഓഫ് ചെയ്തു, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോൾ ഓഫ് ചെയ്യുക. നിങ്ങൾ എക്സാം ഒക്കെ കോൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്യാൻസൽ ചെയ്യുക. കോൾ ഓഫ് മീൻസ് ടു ക്യാൻസൽ, റദ്ദ് ചെയ്യുക. കോൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ? ടു ക്യാൻസൽ, റദ്ദ് ചെയ്യുക. ഇനി കാൾ ഔട്ട്. കുട്ടികളെ, നിങ്ങൾ നടന്നു പോകണം, ഓടിപ്പോവുകയാണെന്ന് വെച്ചോണം കേട്ടോ. ആ സമയത്ത് നിങ്ങളെ കാല് കല്ലിൽ കയറി ഇടിച്ച്, അപ്പൊ നിങ്ങൾ നിലവിളിക്കൂലേ പിള്ളേരെ? എൻ്റെ പൊന്നമ്മച്ചി ഓടി വരെയും കല്ല് ഇടിച്ച് കാല് തൊലിഞ്ഞിരിക്കണമെന്ന് പറയില്ല. അല്ലെങ്കിൽ ഇടിച്ച് കാല് എന്ത് ചെയ്യുന്നോടെ? കാലിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേദനിച്ച് വിളിക്കാറില്ലേ? കാൾ ഔട്ട്. കാൾ മീൻസ് വിളിക്കുക, ഔട്ട് പുറത്തേക്ക് വിളിക്കുക. കാൾ ഔട്ട് ടു ക്രൈ. കാൾ ഔട്ട് മീൻസ് ടു ക്രൈ, ഉറക്കെ കിടന്ന് വിളിക്കുക എന്നുണ്ട്. എൻ്റെ പൊന്നമ്മച്ചി എന്ന് പറഞ്ഞ് നിലവിളിക്കുക, സ്ക്രീമിങ്, നിലവിളിക്കുക. കാൾ ഔട്ട് ടു ക്രൈ. ഇപ്പൊ കാലൊക്കെ ഇടിച്ച് മുറിയുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ? കാൾ ഔട്ട്. കാലിടിച്ച് നഖമൊക്കെ പൊട്ടിയെന്ന് വെച്ചു, അപ്പൊ നമ്മൾ കാൾ ഔട്ട് ടു ക്രൈ. ഇനി കാൾ ഓവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ജഡ്ജിമാരൊക്കെ ചുറ്റിക ഇട്ടിട്ട് മറ്റേ ഒരു കൊട്ടുപൊടി പോലത്തെ സാധനം ഇട്ട് അടിച്ചിട്ട് ഓവർ ഓവർ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഓവർ ഓവർ. പതുക്കെയാണ് പറയണോ ഉറച്ചാണ് പറയുന്നത്? നിങ്ങൾ തന്നെ പറ. പതുക്കെയാണ് പറയണോ ഉറച്ചാണ് പറയുന്നത്? ഉറച്ചാണ് പറയുന്നത്. കാൾ ഓവർ. എങ്ങനെ ജഡ്ജിമാര് ചിറ്റിയിലിട്ട് എങ്ങനെ പറയുന്നു? ഉറച്ചു പറയുന്നു. കാൾ ഓവർ
റീഡ് അലൗഡ്. കോൾ ഓവർ എന്ന് പറഞ്ഞൊന്നുണ്ടേ റീഡ് അലൗഡ്, ഉറക്കെ വായിക്കുക. അപ്പൊ കോൾ ഓവർ മീൻസ് റീഡ് അലൗഡ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ. കോൾ ഇൻറ്റു ക്വസ്റ്റ്യൻ മീൻസ് ആസ്ക് ഡൗട്ട്. കോൾ ഓഫ് മീൻസ് ടു ക്യാൻസൽ. കാൾ ഔട്ട്, കാല് കല്ലി കയറി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലവിളി നിലവിളിന്ന്. ക്രൈ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക എന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ. നിലവിളിക്കുക, ഉറക്കെ വിളിക്കുകയാണ്. കാൾ ഔട്ട് ടു ക്രൈ. കാൾ ഓവർ മീൻസ് റീഡ് അലൗഡ്. അടുത്ത് നോക്കിയാണെ കാൾ അപ്പോൺ. കാൾ അപ്പോൺ മീൻസ് അപ്പീൽ ചെയ്യുക. എന്ത് ചെയ്യും? കാൾ അപ്പോൺ മീൻസ് ടു അപ്പീൽ, വാദിക്കുക. എന്ത് ചെയ്യുന്നു? ഒരാൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അപ്പീൽ ചെയ്യുക. കാൾ അപ്പോൺ മീൻസ് ടു അപ്പീൽ. കാൾ അപ്പോൺ മീൻസ് ടു അപ്പീൽ. കാൾ ഫോർവേഡ്. നമ്മളെ ഫോണിലൊക്കെ കാൾ ഫോർവേഡ് ഓപ്ഷൻ ഉണ്ടല്ലോ കുട്ടികളെ. കാൾ ഫോർവേഡ് ഓപ്ഷൻ ഉണ്ടല്ലോ. ഒരു ഫോണിൽ വരുന്ന കോള് മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഡൈവേർട്ട് ചെയ്യുക. കാൾ ഫോർവേഡ് മീൻസ് ടു ഡൈവേർട്ട്, മാറ്റുക. കാൾ ഫോർവേഡ് ടു ഡൈവേർട്ട്. ഒന്നും കൂടെ പറഞ്ഞേ. കാൾ ഫോർവേഡ്, ഡൈവേർട്ട്. ഇനി കാൾ അപ്പോണ്, അപ്പീല്. കാൾ ഓവർ, ജഡ്ജി ചിറ്റിയിലിട്ട് അടിച്ച് പറഞ്ഞത്. കാൾ ഓവർ റീഡ് അലൗഡ്. കാൾ ഔട്ട് ടു ക്രൈ. കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ. കോൾ ഇൻറ്റു ക്വസ്റ്റ്യൻ ആസ്ക് ഡൗട്ട്. ഓക്കെ. ഇനി കോൾ അറ്റ് എന്ന് പറഞ്ഞാലോ. കോൾ അറ്റ്, അറ്റ് സ്ഥലം. കോൾ മീൻസ് വിളിക്കുക, സ്ഥലം കാണാൻ വിളിച്ചു. വിസിറ്റ് എ പ്ലേസ്. കാൾ ഓണ്, ഓണ് ഒന്നിന് മുകളിൽ. എന്ത് ചെയ്യും? ശബരിമലയിൽ പോയത് കാണാൻ, അയ്യപ്പനെ കാണാൻ. കാൾ ഓണ് വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ. കോൾ ഇന്ന്, ഇന്നകത്തേക്ക്. കോൾ ഇന്ന്, കോൾ ഇൻസൈഡ്. കോൾ ഓഫ് ചെയ്യുക, ഓ ഡബിൾ എഫ് ഓഫ് ക്യാൻസൽ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നൂടെ? കോൾ ഔട്ട് പറഞ്ഞു. പിന്നെ അതേപോലെ കോൾ ബാക്ക്, ബാക്ക് പുറകിലേക്ക് വിളിക്കുക. കോൾ ബാക്ക് ടു റീകോൾ. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നു? കാൾ ഫോർ, ഡിമാൻഡ് ചെയ്യുക. കാൾ ഫോർ മീൻസ് ഡിമാൻഡ്. മറക്കൂലല്ലോ. അടുത്ത് നോക്കിയാൽ അപ്പൊ ഫസ്റ്റ് സെറ്റാണ് നമ്മൾ കാളുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സെറ്റാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു ഐഡിയ ഫോളോ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. മെയിൻ വെർബിന്റെ മീനിങ്ങും പ്രിപ്പോസിഷന്റെ അർത്ഥവും ചേർത്ത് നമ്മൾ പഠിക്കുന്നു അല്ലേ. അപ്പോൾ കോൾ അറ്റ് ഒന്ന് റാൻഡം ആയിട്ട് ചോദിച്ചു. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? പറഞ്ഞു നോക്കിയേ. വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ എന്ന് പറഞ്ഞാലാ വിസിറ്റ് എ പേഴ്സൺ. കോൾ ഇൻറ്റു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലാ ചോദ്യം ചോദിക്കുന്ന എപ്പോഴാണ്? ആസ്ക് ഡൗട്ട്. കോൾ ഇൻ എന്ന് പറഞ്ഞാലാ കോൾ ഇൻസൈഡ്. കോൾ ബാക്ക്, ബാക്ക് പുറകിലേക്ക് വിളിക്കുക. എന്ത് ചെയ്യും? കയറി പാടാ മക്കളെ. എന്ത് ചെയ്യും? കോൾ ബാക്ക്, കോൾ ടു റീകോൾ. ഓക്കെ. കോൾ എവേ നമ്മൾ ഇന്ന് മാറ്റി. ഡൈവേർട്ട് ദ മൈൻഡ്, ഡൈവേർട്ട് ദ മൈൻഡ്. കോൾ ഓഫ് ചെയ്യുക, ഓ ഡബിൾ എഫ് ഓഫ് ക്യാൻസൽ. കോൾ ഓഫ് ക്യാൻസൽ. കാൾ ഔട്ട്, കല്ലിൽ കയറി കാലിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വിളിക്കും? പൊന്നമ്മോ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ പൊന്നമ്മോ എന്നല്ല, പൊന്നമ്മച്ചി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ടു ക്രൈ. ഇനി കോൾ ഓവർ, ജഡ്ജി ചിറ്റിയിലിട്ട് അടിച്ച് പറഞ്ഞ എങ്ങനെ ഉണ്ടായി? റീഡ് അലൗഡ്. ഓക്കെ. അടുത്ത് നോക്കിയേ. സെറ്റ് രണ്ടാമത് പുട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പൊ പുട്ടിന്റെ മീനിങ് എന്താണ് പിള്ളേരെ? പുട്ട് ഇടുക. എബോട്ട് ഒന്നിനെ കുറിച്ച്. എന്തേ? ഒന്നിനെ കുറിച്ച് എടുത്തിട്ടു. അല്ലേ? ഒരു വിഷയത്തെ കുറിച്ച് എടുത്തിട്ടു. എന്ത് ചെയ്യുന്നു? നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കവലയിലൊക്കെ പോയി നിൽക്കുമ്പം ഒരു വിഷയം എന്ത് ചെയ്യുന്നു? ഇന്നലെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ എടുത്തിടുക അല്ലേ? പബ്ലിഷ് ചെയ്തു. ആ കാര്യം പബ്ലിഷ് ചെയ്തു. പുട്ട് എബോട്ട് പബ്ലിഷ് ചെയ്യുക. പുട്ട് എബോട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? പബ്ലിഷ് ചെയ്യുക. നാട്ടിലൊരു സംഭവം നടന്നു, അത് നമുക്കറിയാമായിരുന്നു, കവലയിലൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ ആ വിഷയം എടുത്തിട്ടു. പുട്ട് എബോട്ട് മീൻസ് ടു പബ്ലിഷ്. പുട്ട് എബോട്ട് മീൻസ് ടു പബ്ലിഷ്, ഒന്നിനെ കുറിച്ച് എടുത്തിടുക. എബോട്ട് കുറിച്ച്, പുട്ട് മീൻസ് ഇടുക, ഒരു സ്ഥലത്തേക്ക് ഇടുക. പുട്ട് എബോട്ട് ടു പബ്ലിഷ്. ഇനി പുട്ട് എക്രോസ്, പുട്ട് മീൻസ് ഇടുക അല്ലെങ്കിൽ ഇടുക. എക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ടു കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഒന്നും കൂടെ പറ. പുട്ട് എബോട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇനി പുട്ടാൻ എൻഡ്, അതിനകത്ത് എൻഡ് ഓർമ്മിക്കുക. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നല്ലേ. പുട്ടാൻ എൻഡ് മീൻസ് ടു സ്റ്റോപ്പ്. പുട്ടാൻ എൻഡ് മീൻസ് എന്തുകൊണ്ടേ? ടു സ്റ്റോപ്പ്, നിർത്തലാക്കുക. പുട്ടാൻ എൻഡ് ടു സ്റ്റോപ്പ്, നിർത്തുക അല്ലെങ്കിൽ നിർത്തലാക്കുക. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. പുട്ട് എബോട്ട് മീൻസ് പബ്ലിഷ്, പുട്ട് എക്രോസ് മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ്, പുട്ടാൻ എൻഡ് സ്റ്റോപ്പ്, പുട്ടാൻ എൻഡ് സ്റ്റോപ്പ്. അടുത്ത് നോക്കിയേ. പുട്ട് ബാക്ക്, പുട്ട് മീൻസ് കൊണ്ടിടുക, ബാക്ക് തിരികെ കൊണ്ടിടുക. റീസ്റ്റോർ ചെയ്യുക, പുട്ട് ബാക്ക് റീസ്റ്റോർ ചെയ്യുക, ടു റീസ്റ്റോർ. നിങ്ങൾ തന്നെ പഠിക്കുക, അതിനകത്ത് തന്നെ പറയാം. പുട്ട് ബാക്ക് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക. കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മളെ എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? പുട്ട് ബാക്ക് ചെയ്തു, റീസ്റ്റോർ ചെയ്തു. പുട്ട് ബാക്ക് മീൻസ് ഇപ്പം റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഫോണിലൊക്കെ ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് പുട്ട് ബാക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അത് തരുന്നത്. പുട്ട് ബാക്ക് മീൻസ് ടു റീസ്റ്റോർ. പുട്ട് ബൈ എന്ന് പറഞ്ഞാലോ കുട്ടികളെ? പുട്ട് ബൈ സേവ് ചെയ്യുക. പുട്ട് ബൈ മീൻസ് ടു സേവ്. പുട്ട് ബൈ മീൻസ് സേവ് ചെയ്യുക. ബൈ ചെയ്തു. പുട്ട് ബൈ മീൻസ് സേവ്. പറഞ്ഞു നോക്കിയേ.
പുട്ട് എബൌട്ട് ഒന്നിനെ കുറിച്ച് എടുത്തിടുക എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്തു. ഇനി പുട്ട് എക്രോസ് ആണെങ്കിലോ ടു കമ്മ്യൂണിക്കേറ്റ്. പുട്ട് ആൻഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ ടു സ്റ്റോപ്പ്. പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാലോ പുട്ട് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു റീസ്റ്റോർ ചെയ്യുക. എന്ത് ചെയ്യുന്നൂടെ ഒരു കാര്യം റീസ്റ്റോർ ചെയ്യുക. പുട്ട് ബൈ എന്ന് പറഞ്ഞാലോ സേവ്. ഇനി അതേപോലെ പുട്ട് ഫോർ ചെയ്യുക. പുട്ട് ഫോർ ചെയ്യുക. പുട്ട് ഫോർ മീൻസ് മേക്കാൻ. നിങ്ങളിപ്പം LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ അല്ലെങ്കിൽ LGSന് വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് CSEB പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് DAക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് പോലീസിന് വേണ്ടിയിട്ട്, ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും പുട്ട് ഫോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മേക്ക് ആൻ അറ്റംപ്റ്റ്. പുട്ട് ഫോർ മീൻസ് മേക്ക് ആൻ അറ്റംപ്റ്റ്. എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശ്രമം നടത്തി നോക്കുക. പുട്ട് ഫോർ മീൻസ് മേക്ക് ആൻ അറ്റംപ്റ്റ്. പറഞ്ഞു നോക്കിയേ. പുട്ട് ഫോർ, മേക്ക് ആൻ അറ്റംപ്റ്റ്, പുട്ട് ബൈ സേവ്, അതുപോലെ പുട്ട് ബാക്ക്, ടു റീസ്റ്റോർ, പുട്ട് ആൻ എൻഡ്. എൻഡ് ഓർക്കുക. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. പുട്ട് ആൻ എൻഡ് സ്റ്റോപ്പ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എബൌട്ട് പബ്ലിഷ്. പുട്ട് എബൌട്ട് പബ്ലിഷ്. ഓക്കെ, അടുത്ത് നോക്കിയേ. പുട്ട് ഔട്ട്. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നൂടെ പുട്ട് മീൻസ് ഇടുക, ഔട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, എല്ലാം ഇല്ലാതാക്കി. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. പുട്ട് ഔട്ട് മീൻസ് ടു എക്സ്റ്റിങ്ക്വിഷ്, തീയൊക്കെ അണയ്ക്കുന്നതിന് പറയുന്ന പേരാണ് പുട്ട് ഔട്ട്. എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം PSC. ഇപ്പൊ പുട്ട് ഔട്ട് മീൻസ് ടു എക്സ്റ്റിങ്ക്വിഷ്. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ അപ്പ് മുകളിലേക്ക്. പുട്ട് മീൻസ് ഇടുക, മുകളിലേക്ക് കെട്ടിപ്പടുത്തു. പുട്ടപ്പ് മീൻസ് ടു ബിൽഡ് എന്നാണ്. പുട്ടപ്പ് മീൻസ് ടു ബിൽഡ്, ടു കൺസ്ട്രക്ട് എന്നും പറയാം കേട്ടാ. കെട്ടിപ്പടുക്കുക. പുട്ടപ്പ് മീൻസ് ടു ബിൽഡ്. ഇപ്പൊ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ തീ കെടുത്തുക, എക്സ്റ്റിങ്ക്വിഷ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാലോ ബിൽഡ് ചെയ്യുക. എന്തേ മുകളിലേക്ക് കെട്ടിപ്പോയി, ബിൽഡ് ചെയ്യുക. ഇനി പുട്ടപ്പ് വിത്ത്. വീട്ടിലൊക്കെ പറയണം കേട്ടോ, ചേട്ടാ നിങ്ങളെ ഞാൻ പുട്ടപ്പ് വിത്താണ്, മനുഷ്യൻ നിങ്ങളെ ഞാൻ പുട്ടപ്പ് വിത്താണ്. അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറയണമെങ്കിൽ എന്ത് ചെയ്യുന്നു, വൈഫിൻ്റെ അടുത്താണെങ്കിൽ ആ കുട്ടി നിന്നെ ഞാൻ പുട്ടപ്പ് വിത്താണെന്ന് ഞാൻ സഹിക്കുകയാണ്. ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്. വീട്ടിൽ പ്രയോഗിക്കുക. പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്, സഹിക്കുക. ഓക്കെ, ഇനി അടുത്ത പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് വീണു, എല്ലാം താഴേക്ക് വീണു. സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക. പുട്ട് ഡൗൺ മീൻസ് ടു സപ്രസ്, എല്ലാം അടിച്ചമർത്തുക. പുട്ട് ഡൗൺ മീൻസ് ടു സപ്രസ്. പറഞ്ഞു നോക്കിയേ. പുട്ട് ഡൗൺ ടു സപ്രസ്. പുട്ടപ്പ് വിത്ത് പറഞ്ഞു നോക്ക് ടോളറേറ്റ്, സഹിക്കേണ്. ഓക്കെ, പുട്ടപ്പ് ടു ബിൽഡ്. ഇനി അതേപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞ എന്താണ് എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്വിഷ്. മറക്കൂലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബാണ്. അതുപോലെ അതിനകത്ത് പുട്ട് ഓഫ് ഉണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുടെ പോസ്റ്റ് പോൺ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. പുട്ട് ഓഫ് എന്ത് ചെയ്യുന്നുടെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായി പുട്ട് ഓഫ് പോസ്റ്റ് പോൺ എന്നാണ് കേട്ടോ. പോസ്റ്റ് പോൺ. പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക, പോസ്റ്റ് പോൺ. പുട്ട് ഓഫ് പോസ്റ്റ് പോണ്. അതുപോലെ പുട്ട് ഫോർത്ത് ഉണ്ട് കേട്ടോ. പുട്ട് ഫോർത്തും കൂടെ പഠിക്കുക. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് മീൻസ് ടു പ്രൊഡ്യൂസ് എന്നാണ് കേട്ടോ. പുട്ട് ഫോർത്ത് ടു പ്രൊഡ്യൂസ്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് എന്നാണ്. രണ്ടും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പുട്ട് ഓഫ് പലതവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടാണ്, ഉൾപ്പെടുത്തിയിട്ടില്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്. എന്നാൽ കാൾ ഓഫ് എന്ന് പറഞ്ഞാലോ നമ്മൾ കാൾ ഓഫ് ആണ് ക്യാൻസൽ കേട്ടോ. കാൾ ഓഫ് മീൻസ് കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ, റദ്ദ് ചെയ്യുക. എന്നാൽ പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക അല്ലെങ്കിൽ നീട്ടി വെക്കുക. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ്. പുട്ട് ഫോർത്ത് മീൻസ് ടു പ്രൊഡ്യൂസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ നമ്മൾ പുട്ടുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബാണ് പറഞ്ഞത്. ഒന്ന് പുട്ട് ഫോർത്ത് മീൻസ് ടു പ്രൊഡ്യൂസ്, അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് എഴുതി ചേർത്ത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോണ്. ഇനി പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ്. അതുപോലെ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. അതുപോലെ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിൽഡ്. അതുപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ്ക്വിഷ്. പിന്നെ അതേപോലെ പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്. പിന്നെ പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ്. ഓക്കെ, അപ്പൊ അത് ഓർമ്മയിലിരിക്കുക. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. ഇനി നമ്മൾ പറഞ്ഞത് പുട്ടും അതുപോലെ കാളുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാനൊന്ന് പറയാം. ഒന്ന് കാൾ ഓഫ് എന്ന് പറഞ്ഞത് കൊണ്ടേ കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. കോൾ അറ്റ് എന്ന് പറഞ്ഞാലോ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ കോൾ അറ്റ് സ്ഥലത്തെ മുന്നിൽ. കോൾ മീൻസ് വിളിക്കുക, വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ എന്ന് പറഞ്ഞാലോ കോൾ ഓണ്. കോൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ഇനി കോൾ ഇൻ എന്ന് പറഞ്ഞാലോ കോൾ ഇൻസൈഡ്, അകത്തേക്ക് വിളിക്കുക. ഇനി അതേപോലെ കോൾ ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാലോ ഡൈവേർട്ട് ചെയ്യുക. കോൾ ഫോർവേഡ്, ഡൈവേർട്ട്. കോൾ ഔട്ട്, ഔട്ട് കല്ലിൽ കയറി കാലൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാറുണ്ട്.
ടു ക്രൈ നിലവിളിക്കുക. ഇനി കാൾ ഓവർ എന്ന് പറഞ്ഞാൽ ജഡ്ജി ചിറ്റിയിലിട്ട് അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ചുട്ടി കഴിച്ച് ഉറച്ചാണ് പറയുന്നത്. ഓവർ എന്ന് ഉറച്ചാണ് പറയുന്നത്. ഓവർ എന്ന് അദ്ദേഹം ഉറച്ചാണ് പറയുന്നത്. കാൾ ഓവർ, റീഡ് അലൗഡ്. എന്നാ പുട്ട് എബോട്ട് എന്ന് പറഞ്ഞാലാ പബ്ലിഷ്. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാലോ പോസ്റ്റ് പോൺ. വളരെ പ്രധാനപ്പെട്ടാണ് പുട്ട് ഓഫ് കേട്ടോ. പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ. പുട്ട് ഫോർ എന്ന് പറഞ്ഞാലോ മേക്ക് ആൻ അറ്റംപ്റ്റ്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാലോ പുട്ട് ഇന്ന്, ഇൻവെസ്റ്റ് എന്നാണ് കേട്ടോ. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്, ഇന്ന് ഒന്നിലേക്ക് ഇടുക. പുട്ട് ഇന്നും വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. പുട്ട് ഇന്ന്, ഇൻവെസ്റ്റ്. ഇനി അതേപോലെ പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാലോ പുട്ട് ബാക്ക് റീസ്റ്റോർ ചെയ്യുക. പുട്ട് ബാക്ക് റീസ്റ്റോർ ചെയ്യുക. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടില്ലേ? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. പുട്ടിന് അതിനകത്ത് ഉണ്ടായിരുന്നോ? പുട്ടിന് ഇൻവെസ്റ്റ് ആണ് കേട്ടോ. പുട്ടിനും കൂടെ നോക്കിയോണം. പുട്ടിന് ഇൻവെസ്റ്റ്. പുട്ട് ഫോർത്ത് ആണെങ്കിലോ പുട്ട് ഫോർത്ത് പുട്ട് ഫോർത്ത് ടു പ്രൊഡ്യൂസ്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ്. ഓക്കെ. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നു, ഈ പുട്ടുമായിട്ട് ബന്ധം പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടില്ലേ? പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ സേവ് എന്നാണ് കേട്ടോ. പുട്ട് ബൈ മീൻസ് സേവ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഫ്രൈസൽ വെർബ് കാളിന്റെയും പുട്ടുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ. താങ്ക് യു.